ഈ കൊഴുക്കട്ട കുറച്ച് വ്യത്യാസമല്ലേ? ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 നേന്ത്രപ്പഴം ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുക്കാം. പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ നോക്കുക. അതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കിയെടുക്കാം. ഒരു പാനിൽ 1 കപ്പ് തേങ്ങ, 3/4 കപ്പ് ശർക്കര അല്ലെങ്കിൽ ശർക്കര പാനി, പിന്നെ നുറുക്കിയ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, 3-4 ചതച്ച ഏലക്കായ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശർക്കര ഒന്ന് മെൽറ്റായി തേങ്ങയിൽ പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നേന്ത്രപ്പഴം വെന്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. നേന്ത്രപ്പഴം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. 1 നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കൊഴുക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴയ്ക്കണം. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാം. പൊടി കുഴയ്ക്കുന്നതോടൊപ്പം തന്നെ 1 സ്പൂണ് നെയ്യും കൂടിയും ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ടേ കുഴയ്ക്കാൻ പാടുള്ളൂ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്ത് കൈയിൻ്റെ നടുക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഈ മാവിൻ്റെ നടുക്ക് വെച്ച് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം കൊണ്ട് ഇനി ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും.